ഹായ് ഹലോ എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പ്ലം കേക്കാണ്. ഓവനും ബീറ്ററും ഒന്നുമില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പ്ലം കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. കണ്ടോ, ഈ പ്ലം കേക്ക് തുറന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആണെന്നും എത്രത്തോളം സോഫ്റ്റ് ആണെന്നും. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നിലേക്ക് നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്യാം. ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 കേക്കിൻ്റെ അളവാണ് ഞാൻ കാണിക്കണത്. 800 ഗ്രാം വീതമുള്ള 2 കേക്കാണ് ഞാൻ ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് ഒരു കേക്ക് മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ ചെയ്താൽ മതി. കണ്ടോ, ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഓയിൽ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ട 2 ടിന്നും ഞാനിതുപോലെ ബ്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക്, ചീനച്ചട്ടിയോ ഫ്രൈങ് പാനോ ഏത് വേണേലും എടുക്കാം, ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. കണ്ട അടി സൈഡൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒന്ന് കളർ ഇതുപോലെ മെറൂൺ കളറായി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി സൂക്ഷിക്കണം, ഒന്ന് മാറി നിന്ന് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചൂട് വെള്ളം നമ്മുടെ മേലേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ കട്ടയായിട്ടൊന്നും വന്നാൽ കുഴപ്പമില്ല, അത് തിളയ്ക്കുമ്പോൾ തനിയെ മെൽറ്റായി പൊക്കോളും. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ഒരുപാട് കുറുകണ്ട, ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. കണ്ടോ, ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട്. ഒന്നുകൂടെ തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. അതിനുശേഷം നമുക്ക് ഒരു ചോപ്പറിലേക്ക് 2 പിടി രണ്ട് കൈ നിറച്ച് കാഷ്യൂനട്ട് എടുത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് വലിക്കുമ്പോൾ ചിലതൊക്കെ ഒന്ന് പൊടിഞ്ഞു വരും, ചിലതൊക്കെ ഒന്ന് നുറുങ്ങി വരും. കുറച്ച് പൊടിയണ നല്ലതാണ്, നമ്മുടെ കേക്കിന് അത് നല്ല ടേസ്റ്റ് കൊടുക്കും. അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ മസാല, പട്ട, ഗ്രാമ്പൂ, കറുവപ്പട്ട സെയിം അളവിലെടുത്ത് ഞാൻ പൊടിച്ചതാണിത്. അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോഴാണ് നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മസാലയും ഉപ്പൊക്കെ നന്നായിട്ട് ചേർന്ന് ഒരേപോലെ മിക്സായി വരാം. നന്നായി മിക്സായി വരാൻ 2-3 പ്രാവശ്യം അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഞാൻ 2, 3, 4 വട്ടമൊക്കെ അരിച്ചെടുക്കാറുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് എടുത്തു വെക്കേണ്ടത് ഓയിലും ഗീയുമാണ്. ഓയിലും ഗീയും കൂടെ ചേർന്ന് 1 കപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്തതിന് ശേഷം ബാക്കി ആ കപ്പ് നിറയാനുള്ള ഓയിൽ കൂടി ചേർക്കാം. അതായത് 2 ടേബിൾ സ്പൂൺ ഗീ അടക്കം 1 കപ്പ് ഓയിലാണ് നമ്മൾ ഈ കേക്കിന് ഉപയോഗിക്കുന്നത്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതും അവിടെ മാറിയിരിക്കട്ടെ. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട ഒരു മിക്സിയിലേക്ക് പൊട്ടിച്ചൊഴിക്കാനാണ്. 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കണ്ട, അതൊരു മിക്സിയുടെ വലിയ ബൗൾ തന്നെ എടുക്കുക, അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് നേരം ഞാനൊന്ന് മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. 20 സെക്കൻഡ്, 20 മിനിറ്റ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം 1.5 ടീസ്പൂൺ വാനില എസൻസും 3/4 ടീസ്പൂൺ ഓറഞ്ച് എസൻസുമാണ് ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഒരു മുഴുവൻ പഞ്ചസാര 1 കപ്പ് എടുക്കുക, അത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതും കൂടി ചേർത്ത് വീണ്ടും ഒരു 20 സെക്കൻഡ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. 20 സെക്കൻഡ് മാത്രം അടിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിലും ഗീയും കൂടെ ചേർന്നത് നമ്മൾ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ ഒരു 20 സെക്കൻഡ് കൂടി മിക്സി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മിക്സിയൊക്കെ നിറഞ്ഞു. അത് നമ്മളൊരു
കേക്കിൻ്റെ മിക്സ് ചെയ്യാനുള്ളൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സാണ്. ഇപ്പോൾ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന സമയത്ത്, ആ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് അതിനകത്ത് ചേർത്തൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാനിപ്പോൾ ഈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത സമയത്ത് ഇതിനകത്തേക്ക് ഓറഞ്ച് പീലും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഈ കേക്ക് മിശ്രിതത്തിലേക്ക് ഞാൻ ഓറഞ്ച് പീൽ വേറെ ചേർക്കണില്ല. ഇനിയിപ്പോൾ ഓറഞ്ച് പീൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാരമലൈസ് ചെയ്ത ഷുഗറും കൂടി ചേർത്തിട്ടുണ്ട്. കാരമലൈസ് ചെയ്ത് വെച്ച് ഷുഗർ ചേർത്തപ്പോൾ നമ്മുടെ മിക്സ്ചർ ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ പ്ലം കേക്കിന് ഈ ഒരു കളറാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ കളർ മാറാനും കൂടി വേണ്ടിയാണ് നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗർ ചേർക്കണത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ, അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ ഓരോ സ്പൂൺ ചേർത്ത് സോഫ്റ്റായിട്ട് നമുക്ക് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. 2 സൈഡിലേക്കും വല്ലാതെ കുത്തി ഇളക്കാതെ ഇതുപോലെ സോഫ്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇളക്കിയെടുത്താൽ മാത്രം മതി. വളരെ സോഫ്റ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. അവസാനം കുറച്ച് മൈദയിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി കാഷ്യൂനട്ടും കൂടെ ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ സോഫ്റ്റായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. അതോടുകൂടി നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് കഴിഞ്ഞു. അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഈ കറക്റ്റ് അളവിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് വേണമെങ്കിലും ചേർക്കാം. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഇടയ്ക്ക് ഫ്രൂട്ട്സ് ഇരിക്കണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് വളരെ കുറവാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഞാനൊരു 1.5 കപ്പ് 2 കപ്പോളം ചേർത്തിട്ടുള്ളൂ. കൺസിസ്റ്റൻസി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഈ കൺസിസ്റ്റൻസി ആണെങ്കിൽ നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ ഈർപ്പത്തോടു കൂടി നല്ല ടേസ്റ്റിലിരിക്കും. നമുക്കിനി നമ്മുടെ കടായി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. കണ്ടോ, കടായിൽ ഞാൻ ഇതുപോലെ ഒരു റിങ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂടിപ്പാത്രമാണ്, ഒരു സ്റ്റീലിൻ്റെ മൂടിപ്പാത്രം ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കേക്ക് വെക്കാൻ നല്ലൊരു സൗകര്യപ്രദമായിട്ടൊരു സ്പേസ് അവിടെ ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് സുഖമായിട്ട് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി അത് 10 മിനിറ്റ് ചൂടാവട്ടെ. ഇതേ സമയം തന്നെ ഓവനും ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പകുതി ഓരോ കേക്ക് ടിന്നിലേക്കും നമുക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇത് വീട്ടാവശ്യത്തിനുള്ള കേക്ക് ആയതുകൊണ്ട് കറക്റ്റ് അളവൊന്നും നോക്കിയില്ലെങ്കിലും തൂക്കമൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഏകദേശം പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്ക്യൂർ വെച്ച് ഇതുപോലെ അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ടാപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, എങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഡെക്കറേഷൻ വെച്ച് കഴിഞ്ഞാൽ കേക്ക് ബേക്കായി വരുമ്പോൾ ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ചിലപ്പോൾ അടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതുപോലെയാണ് വെച്ച് കൊടുക്കണമെന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഫ്രൂട്ട്സും നട്ട്സും മുകളിൽ കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ ഒരു പകുതി മുക്കാൽ ബേക്കായി കഴിയുമ്പോൾ ഓവനൊന്ന് തുറന്ന് അല്ലെങ്കിൽ കടായി ഒന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കൈയൊക്കെ പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമയത്ത്. അപ്പോൾ ഇതുപോലെ വെച്ച് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവൻ ചൂടായിട്ടുണ്ട്. 10 മിനിറ്റ് ചൂടാക്കിയിട്ടിരിക്കുന്ന ഓവനിലേക്ക് ഞാൻ ഇത് ഈ കേക്ക് ടിൻ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഓവൻ്റെ 2 കോയിലും ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കേക്ക് വെക്കുന്ന സമയത്ത് അടിയിലത്തെ കോയിൽ മാത്രമേ ചൂടാക്കുകയുള്ളൂ. രണ്ടാമത്തെ ടിന്ന് ഞാൻ കടായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. ഓവനിൽ വെച്ചിരിക്കുന്ന കേക്ക് കറക്റ്റ് 50 മിനിറ്റ് കൊണ്ട് എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. കടായിൽ വെച്ചിരിക്കുന്ന കേക്ക് എനിക്ക് 70 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. രണ്ടും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. വീട് നിറച്ച് കേക്കിൻ്റെ മണമാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ പ്ലം കേക്ക് എല്ലാവരും ഉണ്ടാക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് വീട്ടമ്മമാർക്ക് മിക്സി ഉപയോഗിച്ച് വെറും നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വലിയ പാത്രം എടുത്താൽ മതി ബേക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് കുക്കർ യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം.
ബീറ്റർ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. കണ്ടോ, ഇത് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഈർപ്പത്തോടു കൂടിയിരിക്കുന്ന നല്ല കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടോളോ. ഇനി സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഫ്രൂട്ട്സിൻ്റെ അളവിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. കണ്ടോ, ഇത് കടായിൽ വെച്ച കേക്കാണ്. രണ്ടും ഞാൻ മുറിച്ച് കാണിക്കുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കേക്ക് കൂടുതൽ എളുപ്പം ഉണ്ടാക്കാൻ എളുപ്പം ഓവനിൽ തന്നെയാണ്. കാരണം 50 മിനിറ്റ് കൊണ്ട് നമുക്ക് ബേക്കായി കിട്ടും. അപ്പോൾ കടായിൽ വെക്കണേക്കാൾ എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലും ടെക്സ്ചറിൻ്റെ കാര്യത്തിലൊന്നും ഒരു മാറ്റവും ഇല്ല. രണ്ടും നല്ല സൂപ്പറായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും അഭിപ്രായം അറിയിക്കണം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും ഞാൻ ക്രിസ്മസ് ആശംസിക്കുന്നു. ഈ ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.